ഇതായിരുന്നു ഇന്നലെ വന്നതാണ് നമ്മള്. രാത്രി ആയതുകൊണ്ടേ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ലൈറ്റിന്റെ സൗന്ദര്യം വേറെ മച്ചു. അത് മണി അടിക്കുന്നുണ്ട്. നമ്മുടെ മണിയല്ല, മൊത്തത്തിലുള്ള മണിയാണ്. ഞങ്ങൾക്ക് പോകാറായില്ല. നമ്മളെ ഇന്ത്യക്കാരാ, നമ്മളെ മലയാളിസാണ്. അത് കുഴപ്പമില്ല. അതാ നമ്മുടെ ഇന്ത്യൻസ് ആണ്. നമുക്ക് കാണാൻ പറയാം. എന്താല്ലേ ബ്യൂട്ടി ഓഫ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ടെവിടെയാണ് സ്റ്റേ ചെയ്തത്. രാത്രിയിൽ ഇന്നലെ എവിടെയാണ് സ്റ്റേ ചെയ്തത്. പക്ഷെ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ വന്നുകൊണ്ട് ആ ഒരു ലൈറ്റിനിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങി ഷൂട്ട് ചെയ്യുവാണ് ഗൈസ്. അതാണ് നമ്മുടെ ഇന്റർലെക്കൻ എന്ന് പറയുന്ന സ്ഥലം. ഭയങ്കര അതാണ് നമ്മുടെ ഷാരുഖ് ഖാന്റെ ഖജനിലേക്ക് സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണിത്. അല്ലെ, അവര് താമസിച്ച ഹോട്ടലൊക്കെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഉണ്ട്. അത് വേറെ കാര്യം. നമ്മൾ ഇന്ത്യൻസ് ഒത്തിരി പേരാണ് ഇവിടെ വന്നു പോകുന്നുണ്ടോ, അത് വേറെ കാര്യം. ഞങ്ങൾ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ സ്റ്റൈലായിട്ട് ചെടിയൊക്കെ കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾ ഇത് കണ്ടോ ട്രീയൊക്കെ, ഇതൊരു പ്രത്യേക വെറൈറ്റീസ് ആണ് കേട്ടോ. നമ്മളൊരിക്കലും കണ്ടില്ല. അതിലൊക്കെ ലൈറ്റിംഗ് കൊടുത്തിരിക്കുക. ലൈറ്റിങ്സ് ഉണ്ട്. അത് രാത്രി ആകുമ്പോഴേ തെളിയും. നമ്മള് രാത്രി ഇന്നലെ കണ്ടില്ലായിരുന്നു. രാത്രി ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ലൈറ്റ് അത് കാണുമായിരിക്കും. പക്ഷെ ഞാൻ ഇന്നലെ പോലെ നോക്കുന്നതേ, ഇവിടെ യാഷ് ചോപ്രയുടെ ഒരു പ്രതിമയുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ അല്ലേ എന്ന് യാഷ് ചോപ്രയുടെ ഒരു ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രതിമ. അതായത് ഇവര് ഈ ഹോട്ടലിൽ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടേ അതിന്റെ ഫ്രണ്ടിൽ, ആ ഹോട്ടലിൽ താമസിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടെ അവരൊരു യാഷ് ചോപ്ര മരിച്ചപ്പോൾ അയാളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടേ അവിടെ ഒരു സ്ഥാപിച്ചെന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടത്. പക്ഷെ അതിന് ഈ സ്ഥലത്തല്ല, വേറെ ഏതെങ്കിലും ലൊക്കേഷനിലാണോ എന്ന് അറിയത്തില്ല. ഇതൊരു ലൊക്കേഷൻ മാത്രമാണ്. നമുക്ക് തിരിച്ചു വരുമ്പോ അങ്ങോട്ട് അങ്ങനെ വരാമല്ലോ. അപ്പൊ നമുക്ക് രണ്ട് സൈഡും കിട്ടും. മനസ്സിലായോ? അതാണ് നമ്മളെ ഐഡിയ. കാര്യം നമ്മൾ ഇന്നലെ അങ്ങനെ അതിലൂടെ നടന്നത്. അതുകൊണ്ടാണ് സൈക്കിളിലൊക്കെ ചവിട്ടി കിടക്കുന്നത്. കണ്ടോ? ഇതാണ് വാച്ചുകളുടെ അല്ലേ? നമുക്ക് വാച്ച് നോക്കിയല്ലോ. റാഡോ വാച്ച് വാങ്ങിക്കണം ആഗ്രഹമുണ്ട്. റാഡോ വാച്ച് ഇന്നലെ നടക്കാൻ വന്നില്ലായിരുന്നല്ലോ നമ്മളിവിടെ. ഇന്ന് മൊത്തം വാച്ച് കട ഇവിടെ അത്രയും. അതെ, ഞാൻ 3 വാച്ച് അന്നേരം അടച്ചു പോയല്ലോ. ഇപ്പൊ തുറന്നിരിക്കുമല്ലേ. അങ്ങനെ പോയാലോ നോക്കാം. നമുക്ക് ഒരു വട്ടം പറ്റിഞ്ഞ് വരാം. അന്നേരം അടച്ചു പോവോ? ഇല്ലെന്നേ, ഇപ്പഴത്തേക്ക് ലൈറ്റും പോകത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ലൈറ്റ് പോകും. ഇതെല്ലാരും കാണണ്ടേ, സ്ഥലം കാണണ്ടേ. കണ്ട, ഈ സ്ഥലമാണ് ആ സ്ഥലം എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇതിന്റെ അപ്പുറത്താണ് അവരിങ്ങനെ ആ പൂ കൊടുക്കണ ഒരു സീൻ. അത് ഇതാണോ ഇനി അതിൽ വേറെ എവിടെയെങ്കിലും ആണോ? അത് കസിനോ കുർസാൽ. അത് നമ്മൾ കാണാൻ പറ്റില്ല. നമുക്ക് വൈകുന്നേരം നമുക്ക് അല്ല, അത് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് കാണും അല്ലേ. കസിനോ കുർസാൽ അതിന് പുറകില് പറയില്ല. അത് ഇതിൽ കാണാൻ പറ്റില്ല. നമ്മൾ അടുത്തുനിന്ന് എടുക്കുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് വലിയ വാച്ച് നോക്കാം. വാച്ച് അത് റോളക്സ് നോക്കിയാൽ മതി. റാഡൊന്നും നോക്കണ്ട. വാച്ച് നോക്കണം. അതെ, ഇത് വേറൊരു കാര്യം. നമ്മൾ ഇത്ര നാളെ പോയതല്ലേ. ഇത് അടുത്ത കസിനോയാണ്. കസിനോ ഇന്റർലേക്കൺ. കസിനോ ഇന്റർലേക്കൺ. അത് മറ്റേ വാച്ച് കളിയല്ലേ? അതിന്റെ മുകളിൽ എഴുതിക്കുന്നുണ്ടല്ലേ. അത് കസിനോ അത് അതിനകത്തുള്ളല്ലേ? അതായിരിക്കും അല്ലേ. അതെ. പുറകിൽ ആ മലയിൽ ആ ലൈറ്റ് വീഴുന്നതിന്റെ ഒരു ഇത് നോക്കിയാണ്. അയ്യോ, അതാണ് ബ്യൂട്ടി അല്ലേ. അടിപൊളി. അതാന്നേ, നോക്ക് ഇങ്ങോട്ട് കണ്ടോ. അത് പക്ഷെ നമ്മൾ ഈ നമ്മൾ കാണുന്ന ഭംഗി ഇതിൽ കിട്ടത്തില്ല. നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇപ്പൊ തന്നെ ഇരുട്ടായി തുടങ്ങി. ഞാൻ ഇന്നലെ ഈ സമയത്ത് അതാ പറഞ്ഞ നമ്മൾ ഒരൊറ്റ പരക്കം വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മളെ മെയിൻ നമുക്ക് മേടിച്ചാലോ? നമുക്ക് മേടിക്കാം. പിന്നെ എന്താ, അതൊരു വിഷയമല്ല. ഇതാണ് ഗ്രാൻഡ് ഹോട്ടൽ. ഇവിടെയാണോ ഒരു താമസം. നമ്മള് ആ സൈഡിൽ വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് കാണിച്ചു കഴിഞ്ഞാലേ നമ്മള് ഈ സൈഡിലുള്ള വ്യൂസ് മൊത്തം ആവത്തില്ല. അത് കാണിച്ചു. നമ്മൾ പറഞ്ഞ നമ്മുടെ വ്യൂ ഇത് കെട്ടിയാൽ മതിയല്ലോ. ഗ്രാൻഡ് ഹോട്ടലിൽ
എനിക്ക് ആ മലയുടെ വ്യൂ ആണ്. ഓ അതിപ്പോഴും ലൈറ്റ് ഭയങ്കര. നമ്മൾ ഇന്നലെ രാത്രി കണ്ടില്ലല്ലോ. ഇല്ലില്ല, ഇന്നലെ രാത്രി ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാനില്ല. ഇതിൽ രാത്രി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയി. ഞങ്ങള് തിരിച്ച് ഞങ്ങളിവിടെ വന്നിരിക്കുവാണ്. ഞങ്ങളിപ്പം വേറെ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് നമ്മള് പോയത് ലോട്ടർ ബ്രോണൻ. അവിടെയാണ് മറ്റേ വാട്ടർഫോൾസ് 4 വാട്ടർഫോൾസ് വില്ലേജിലോട്ട് വീഴുന്നത്. അല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിലത്തെ വില്ലേജിൽ പോയി. അല്ല അയ്യോ, അത് കഴിഞ്ഞ് അതൊക്കെ കണ്ട് മടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അത് അളിയന്റെ ഒരു ഇതായിരുന്നു നമ്മളോട് വരണം എന്നുള്ളത്. അല്ല അത് ഞാൻ സ്വിറ്റ്സർലൻഡിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോഴ് ഞാൻ ഫസ്റ്റില് മനസ്സിൽ കണ്ടൊരു സ്ഥലം അതാണ്. ഇത് ലോട്ടർ ബ്രൂണൻ. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എല്ലാ സ്ഥലമുള്ളൂ. അതല്ലേ നിങ്ങൾ അവിടെ പോയിട്ട് ഗൈസ്, ഈ ഞങ്ങളുടെ റൈറ്റ് സൈഡില് മുഴുവനും ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ് മൊത്തം. 5 സ്റ്റാർ ഹോട്ടലാണ് അത്. ഞങ്ങൾക്ക് ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എത്തിയില്ലേ നമ്മള്? ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ ബേക്കിൽ കാണുന്നതാണ് മുഴുവൻ ഷാരൂഖ് ഖാനൊക്കെ വന്ന്. അല്ല ഇത് മൊത്തം ഹോട്ടലാണ്. അതെ അല്ലേ? ഷാരൂഖ് ഖാൻ ഇവിടെ എല്ലാം അപ്പുറത്തല്ലേ? വിക്ടോറിയാണ് ഷാരൂഖ് ഖാൻ. അതെ ഇതാണ്. അതൊക്കെ നമുക്ക് അവിടെയാണോ? അല്ലല്ലോ, ഇതാണ് ഹോട്ടൽ, മെയിൻ ഹോട്ടൽ കണ്ടില്ലേ? വിക്ടോറിയ. അതേ നോക്ക്. അവിടെയായിരുന്നല്ലേ? ഇവിടെയാണ് അവർ താമസിച്ചത്. ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ 5 സ്റ്റാർ ഹോട്ടൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുന്നില്ല. നമുക്ക് നമ്മളുടെ ഇവിടെ നിന്നാണ് മച്ചന്മാർ പാട്ടൊക്കെ പാടുന്നത്. നമുക്ക് അവരെ എടുക്കാൻ വീഡിയോ എടുത്ത കുഴപ്പമുണ്ടോ ചോദിക്കാം. അവിടെ പോയി ഡാൻസ് കളി. കപ്പിൾസ് ആണ്. ഇപ്പൊ ഇവരായിരിക്കും നമ്മൾ കപ്പിളാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ചിലപ്പോ. അതാണ് യു ഗൈസ് ഒന്ന് എൻജോയ്. അല്ല ഇനി ഈ സൈഡ് അല്ല കുറച്ച് മുമ്പോട്ട് പോണോ? അങ്ങനെ പോണോ? അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ഓക്കെ, വാച്ച് വാച്ച് അതെല്ലാം ഉണ്ട്. ഓക്കെ, ഓഫ് ചെയ്യണമെന്തിന്? പോകണോ വച്ചു ഇതിനകത്തോ? ഇതിന്റെ വില എത്രയെന്ന് അറിയാമോ നിനക്ക്? വെറും 25 ലക്ഷമൊക്കെ ഉള്ളൂ. വാമിച്ചതൊന്നും വേണ്ടടാ. അതൊക്കെ അടച്ചു. മോളിലോ? ഇത് ഹോട്ടലായിരിക്കും വെച്ചു. ആന്നേ ഹോട്ടൽ റിസപ്ഷൻ ആണത്. വാ മുകളിൽ പോണ്ട മച്ചു, വാ. ഇത് നമ്മുടെ ഹോട്ടലല്ലല്ലോ.
താഴെ പോവാ. We are coming to close the. We come to buy a radar watch, but they close now. Yeah. This is a hotel reception, I think. It's a pub. Close. You can buy a Rolex, not Radar. ഇവിടെ ഏതെല്ലാം ബ്രാൻഡ് ഉണ്ടെന്ന് അറിയാം. സ്വിസ് വാച്ച്, മറ്റേ പിന്നെ സ്വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. സ്വാച്ച് അതിൽ വില ഇട്ടിട്ടില്ല. അതിൽ പുറത്തുള്ളതിൽ വില ഇട്ടിട്ടുണ്ട്. ആ വായിച്ചു നോക്കാം. എൻ്റെ കണ്ണോളം വയ്യേ 6850. 1750. അതെന്താണ് ലോങ്ങിനെസ് എന്നുള്ള ബ്രാൻഡാണത്. പാമിച്ചു പാ. ലൈറ്റ് പോവും. ബാക്ക് നോക്ക്, കണ്ടോ? ഇനി നമുക്ക് ഈ സൈഡ് കേട്ടോ. അതല്ലേ പിടിച്ച നമ്മൾ അങ്ങോട്ട് പോയപ്പോ അത്രയും പിടിച്ചതല്ലേ. ആ നല്ല ഇതിലാണ്. പൈസക്ക് വേണ്ടി കളിക്കാനോ? അതൊന്നുമല്ല. പക്ഷെ അവര് ഹണിമൂണിനൊക്കെ വന്നിട്ട് അവര് ചെയ്യുന്നു. ഇതാണ് ഹോട്ടൽ മച്ചോ, ഇതാണ് ഹോട്ടൽ. ദിസ് ഈസ് ദ വൺ. നമ്മളിന്ന് രാത്രിയിലൂടെ കാണുന്നപ്പോഴത്തേക്ക് ഒന്ന് കാണാൻ വയ്യായിരുന്നു കേട്ടോ. വാച്ച് നോക്ക്. അതൊന്നൊന്നുമല്ല, 25,000 ഒക്കെ വച്ചിരിപ്പുണ്ട്. 25,000 ഒക്കെ 25,000 ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. വിക്ടോറിയ ഫ്രാങ്ക്ഫ്രൗ, അതാണ് ആ മൗണ്ടന്റെ പേര്, ഫ്രാങ്ക്ഫ്രൗ. നമ്മള് പോയില്ലേ, ആ മോളില് പോയില്ലേ, നമ്മൾ പോയി ജാങ്ഫ്രോ മൗണ്ടന്റെ ഒരു പാട്ടാണത്. ഇവിടെയാണ് അച്ഛന്മാരൊക്കെ ഒന്ന് താമസം. ആ മച്ചാന്റെ ചോദിച്ചാലോ നമുക്ക്, ഇത് തന്നെയാണോ എന്ന് ചോദിക്കാം. ചിലപ്പോ നമുക്ക് ഇതല്ലെങ്കിലോ. ഹായ്, ഗുഡ് ഈവനിങ്. I just want to clear the doubt. Is this the hotel where the DDLJ crew lived? Shah Rukh Khan and the Hindi movie. Indian actor Shah Rukh Khan. That's correct. DDLJ. He stayed here in one suite. That's the movie they shoot here. Chopra. Yash Chopra, Yash Chopra. So he lived here. Okay. And in front here, if you keep walking, you're gonna find his statue. Where? That's why we looking for yesterday. Keep going here. Yeah. So when you see like a garden, your left Is it this side? Yeah. There's the casino. It's in Casino. In front of the casino, there is a garden. Okay. And you're gonna see the Chopra statue. Oh, thank you so much. We were looking for that from yesterday, but we couldn't find it. We were looking there actually. Anyway, thank you so much. You're welcome. Thank you. Nice to meet you. Thank you so much. We are from England.
England? Yeah. I lived in Bristol for. We are near Oh. to Bristol. I live in Swindon near to Bristol. Yeah. What's the name of the place? Devices. Devices. Yeah, I know where is it. You know. So I worked for 5 years in Bristol. Yeah. I was a salesman there. I was selling sweets for Oh. little small shops. Okay. Okay. You know, and then all that area like Bristol, Bath, Devices. I don't remember the names now. Yes, but, Swindon and Braddon, Chippenham, Bradford, Bradford. Chippenham, Bath. All these places. I know everywhere. Swindon. Swindon. Yeah. So where are you? You are I'm originally from Brazil. 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 Okay. So how long you been here? Well, after 5 years there, so forgive me. I got bored with that weather, you know, Yeah. and I decided to I move. got bored with that. We can't blame you. And I decided to move. So now I'm working here only for this season. Only for this. Like this year, I got like 9 months here, Ah. and then I go back to Brazil. But usually I do 6 months here, and then I go back to my country for another 6 months. Oh, that's great. Oh, so you're working at the best best place. This is the best hotel here in the. Yes. Yes. Definitely. Yeah, we were talking about it and we were in doubt, like, is it the right hotel? Because everybody told us, like, there is a statue here of Yash Chopra, but we couldn't find it. So we thought we might be just mistaken. friendly. You're Oh, gonna we'll see- have a look. Yeah, when you pass the hotel, you're gonna see the Hooters, the bar. Yeah. Pass the Hooters, and then you're gonna see some watches store. Yeah. In the middle of this, you just need, when you see the watches casino, store, we you seen- just turn left. That one. You're gonna see the nice gardens. Yeah. And this statue is located there. Fantastic. Thank you so much. Thank you so much. Nice Thank to meet you Thank again. What's your So name? how is the situation in England at the moment? It's absolutely fine. It's a nice warm now. It's getting getting summertime now. Yeah. That's why. Yeah, it's And economically, economy is Okay, better. So okay. Catching up. Catching up. Catching up again. Yeah, Rishi Sunak is doing well. Yeah. that's good. That's good. Yeah. Nice. What's your name? Felipe, Felipe. Anil. Anil. And this is Reggie. nice to meet you. Stephen, Reggie. Okay, Nice to whatever. meet Thank you so much, guys. Thank you. Okay, that was nice. So guys, നമ്മളൊരു Find out. നമ്മള് അത് അടിപൊളിയായി പോയി അല്ലേ? ആ. അത് ചോദിക്കാൻ നമുക്ക് തോന്നിയത് അതെ. നന്നായി. അല്ലെങ്കിൽ നമ്മള് ഈ ഗൈസ് നമ്മുടെ യാഷ് ചോപ്രയുടെ മച്ചാന്റെ നമ്മുടെ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മുടെ പ്ലേസിനെ പറ്റി പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പം നമ്മളോട് കറക്റ്റായിട്ട് ഇതായിട്ട് പറഞ്ഞു പുള്ളി. അതല്ല, ഞാനിത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട്. ഈ അടിപൊളി ഹോട്ടൽ ഇവിടെയാണ് അവർ താമസിച്ചതെന്നും ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അവർ ഷൂട്ട് ചെയ്തതെന്നൊക്കെ. അതെ. ആ പ്രതിമ കാണാഞ്ഞിട്ടപ്പോ എനിക്ക് സംശയമായി പോയി. അപ്പൊ കാസിനോ കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റിലാണ് പുള്ളി. നൈസ് ഗാർഡൻ. അതില് നമ്മള് ആ യൂട്യൂബ് വീഡിയോയിൽ കാണുമ്പോഴേ നമുക്ക് തോന്നുന്നത് ഈ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് നിന്നാണ് തോന്നുന്നത്. അതാണ് ഗാർഡൻ. അതാണ് പുള്ളി അകത്തായിരുന്നു. ഇപ്പുറത്ത് നോക്കി. അതാണ് ഗൈസ്. പക്ഷെ മച്ചാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലേ? ബ്രസീൽ. അവൻ ബ്രസീലുകാരാണ്. പക്ഷെ അവൻ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. അത് നമുക്കറിയാവുന്ന സ്ഥലങ്ങളെല്ലാം മച്ചാൻ അറിയാം. നമ്മുടെ ആ സെയിം പ്ലേസ് അവൻ അറിയാം. അപ്പൊ കസീനോ ഇത് കണ്ടു. അതായത് ഈ വാച്ച് ഷോപ്പ് കഴിഞ്ഞു. അതിന്റെ അടുത്തുള്ള കസീനോടെ അത് നമ്മള് കസീനോയിൽ പോയപ്പോ കണ്ടനെ, രാത്രി കണ്ടനെ. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാര്യം ഇരുട്ടല്ലേ. ഇപ്പൊ കണ്ടത് മച്ചാന്മാരെ കണ്ടപ്പോ കൊതിപ്പിക്കാം. കിടന്നുറങ്ങിയ മച്ചാന്മാരെ നമ്മൾ കൊതിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മളിവിടെ വന്നതിന് ഉപയോഗം ഉണ്ടായി. ഞാനതല്ലേ അതാണ് ഞാൻ ഇന്റർലേക്കൻ മഞ്ഞുണ്ടേ എപ്പോഴും ഒരു ഇതായിട്ടില്ല. നമുക്കൊരു എന്താ പറയാ ഒരു ഇതുണ്ടായിരുന്നല്ലോ. മറ്റു നമ്മള് വരുമ്പോഴത്തേക്കേ ഞാൻ വിചാരിച്ചത് നമ്മളവിടുത്തെ മറ്റേ ഒരു കക്ഷിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ പുള്ളിയെ അച്ചു ലൈറ്റ് കൊന്നു പറഞ്ഞു. നമുക്ക് അത് കണ്ടിട്ട് വരാം അല്ലേ? വിലയാ. ഇതാണ് Come on guys, നമ്മളത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നിൽക്കുന്ന മച്ചാൻ കണ്ടോ? ഷാരൂഖ് ഖാൻ. Come on guys. നമ്മുടെ ഓൺ കണ്ണൂര്. നിങ്ങൾ കണ്ണൂര് നേരിട്ട് വന്നോ?
പുതിയ ഇരട്ടി എടുത്താണ് ചരല് ഇരട്ടി അല്ലല്ല നമ്മൾ കോട്ടയം ഇവൻ കൊല്ലം കണ്ണൂരുകാരൻ അച്ഛനുണ്ട് നമ്മുടെ കാരണമുണ്ട് ഞങ്ങള് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഞങ്ങള് 10 ഡേയ്സിൽ നമ്മള് ഫ്രാൻസ് ഇറ്റലി കറങ്ങി നമ്മളെ ലണ്ടനിൽ തന്നെ. ലണ്ടനിലോ? നിങ്ങൾ എത്ര വർഷമായി? എല്ലാവരും ലണ്ടനിലാണോ? ഞങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് വന്നു നിങ്ങളിപ്പം ഓക്കെ. നിങ്ങൾ എങ്ങനെ വന്നു? ട്രെയിനിലോ? പൊളി 4 പേര്. ഓ ഇന്ന് ഫസ്റ്റ് ഡേ ആണേ ഉള്ളൂ. ഞങ്ങൾ 7th ഡേ ആണ്. ഞങ്ങൾ അപ്പൊ നിങ്ങള് നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനുണ്ട് കുറച്ച്. ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഞങ്ങൾ വന്നു. മച്ചോ ഈ മച്ചന്മാർക്ക് ഒരു കഞ്ഞി കൊടുത്താൽ നമുക്ക് ഇച്ചിരി കഞ്ഞി അവിടെ കഞ്ഞി വെച്ചു നമ്മള് മോട്ടോർ ഹോമിലായിരുന്നു. കാരവാനല്ല മോട്ടോർ ഹോം. 6 ബെഡ് അരവാനാണ്. ഞങ്ങളിപ്പം നമ്മളെവിടെ പോയി ഇപ്പോഴും വന്ന നമ്മൾ പോയത് പെട്ടെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ ബ്രൂണർ. മറ്റേ സ്പൈ വേൾഡ് അല്ലേ, ജെയിംസ് ബോണ്ടിന്റെ ഷാൻഫ്രോന്റെ പാട്ട് തന്നെയാണ് അവിടുത്തെ. അവിടെ കയറി ഞങ്ങൾ കയറി മൊത്തം ഇറങ്ങി തിരിച്ച് ഇന്നലെ പോയിട്ട് ഞങ്ങളുടെ സ്റ്റൈല് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് വൈകിട്ടാവുന്നത് ഈ അവിടെ തന്നെ ഞങ്ങൾ ആ പാർക്ക് മോട്ടോർ പാർക്ക് ചെയ്തത്. മോട്ടോർ ഹോമിന്റെ കാർ പാർക്ക് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡില് ഒരു കാർ പാർക്കാണ്. നമ്മളെ മച്ചന്മാർ മാത്രമേ ഉള്ളൂ അവിടെ. 3 കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മള് സ്വിറ്റ്സർലൻഡ് ഇന്നലെ വന്നു. നമ്മള് ബുധനാഴ്ച പോകും. ബുധനാഴ്ച തിരിച്ചു പോകും. നമ്മൾ ഇവിടെ മാത്രമേ വന്നുള്ളൂ.